ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് പ്രൊഫഷണൽ എത്തിക്സ് കോഡ് ഹട്ട് 200. ഇത് 2019 സ്കീമിൻ്റെയാണ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോണ എത്തിക്സ് ആണ്. ഫസ്റ്റ്, ethics refers to specific rules and actions or beliefs that help us tell right from wrong and good from bad. എത്തിക്സ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻസും കുറച്ച് റൂൾസൊക്കെ ആയിട്ട് വരുന്നതാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. കാര്യം നമുക്ക് ബാഡായിട്ടുള്ള ഇത് റോങ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കാര്യം റോങ്ങും, ഗുഡായിട്ടുള്ള കാര്യം ബാഡും അങ്ങനെ ആകാം. അപ്പം നമ്മുടെ ഒരു എത്തിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യത്തിൽ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് വന്നാലോ ഒരു പ്രശ്നങ്ങൾ വന്നാലോ അതിൽ നമ്മളൊരു എത്തിക്സ് രീതി സംസാരിക്കും. കാര്യം നമുക്കതൊരു ഗുഡോ ബാഡോ ആയാലും നമുക്കത് ആ ഒരു സൊസൈറ്റിക്ക് നമുക്കൊരു കറക്റ്റായിട്ടൊരു കറക്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും ആ എത്തിക്സ് യൂസ് ചെയ്ത്. കാര്യം നമ്മളിപ്പം എത്തിക്സിൽ ഒരു സിറ്റുവേഷനിൽ അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതിനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റ് വേണം. ഏതെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഒരു എത്തിക്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം എങ്ങനെ വന്നു, ആ പ്രോബ്ലം ഏത് വഴിയിലാണ് നമുക്ക് ഇനി എങ്ങനെ സോൾവ് ചെയ്യാം, ആ ഇഷ്യൂസിൽ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ആ ഇഷ്യൂസ് ഉണ്ടായത്, ഇതൊക്കെ അതൊന്ന് മാപ്പ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിലൊരു എത്തിക്സ് ഉണ്ടാവും. അപ്പോൾ എത്തിക്സിൽ നമുക്ക് അതിൽ ബാഡായിട്ടുള്ള കാര്യങ്ങൾ, ഗുഡായിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് നമ്മളൊരു കറക്റ്റ് കാര്യഗൗരവത്തോടെ നമ്മൾ ഒരു കാര്യം അങ്ങ് ജഡ്ജ്മെൻറ്റ് ചെയ്യും. അപ്പോൾ എത്തിക്സിൽ നമുക്കൊരു ആക്ഷനാണ്. നമ്മൾ കുറച്ച് റൂൾസും കുറച്ച് ആക്ഷൻസൊക്കെ യൂസ് ചെയ്ത് നമ്മളത് കറക്റ്റ് രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്സ് നമുക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സബ്ജക്റ്റിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എത്തിക്സ് ആണ്. അപ്പോൾ എത്തിക്സിനെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ റിഫ്ലക്റ്റ് ഗൈഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്തിക്സിൻ്റെ എന്ന വേർഡ് ഒരു വ്യക്തിയുടെ നോർമൽ ബിലീവ്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എത്തിക്സ് എന്ന വേർഡ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു വ്യക്തിയുടെ നോർമലായിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തി കറക്റ്റായിട്ട് ഒരു ബിലീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് എത്തിക്സ് എന്നും പറയാം. നമുക്ക് ചെയ്യുന്ന കാര്യത്തിലൊരു പ്രവൃത്തി കറക്റ്റാണോ നല്ലതാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അത് ആ വ്യക്തിക്ക് ഒരു എത്തിക്സ് ആയിട്ട് രീതിയിലാണ് ആ വ്യക്തി സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കാര്യം ഈ വെൽഫെയർ എന്ന് പറയുന്നത് നമ്മളിപ്പം എത്തിക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി നടത്തിയിട്ട് ഡിഫറെൻറ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് അതിന് റിസോൾവിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓരോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു വളർന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അതിന് വെൽഫെയർ പ്രിൻസിപ്പിൾസ് എന്നും പറയാം. കാര്യം അതിനെയാണ് എത്തിക്സ് എന്നും പറയാം. ഇതിൽ നമുക്ക് മോഡിഫൈഡ് എത്തിക്സിൻ്റെ സ്റ്റഡി ഫോക്കസ് ചെയ്യണത് അതിൻ്റെ പ്രിൻസിപ്പിൾ യൂഷ്വലി ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ, നമുക്കൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനുള്ള കാര്യം നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പറയും. കാര്യം ഇത് ഇങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പം ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ ആ പരിഹാരം കണ്ടുപിടിക്കുന്നതും ആ പ്രശ്നത്തിൻ്റെ ആ ഫോഴ്സിനെയും നമ്മൾ ആ ഒരു എത്തിക്സ് എന്ന് നമുക്ക് പറയാം. പിന്നെ എത്തിക്സ് സ്റ്റഡി ഫോക്കസ് ചെയ്യണത് പ്രിൻസിപ്പിൾ യൂണിവേഴ്സലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും ആ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വേയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിട്ട് നമുക്ക് നേരത്തെ പ്രീവിയസ് ആയിട്ട് കുറച്ച് ആ കാര്യങ്ങൾ അറിയായിരിക്കും. ആ കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും നമ്മൾ ആ ഒരു സൊല്യൂഷൻസ് പറയുന്നതും. പിന്നെ നമ്മൾ പറയുന്ന കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് പറയുന്നത്, അതൊരു എത്തിക്സ് രീതിയിലാണ് പറയുന്നത്. അതിന് നമുക്ക് എത്തിക്സ് എന്ന് പറയാം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് മോറൽസ് ആണ്. മോറൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് മോറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മോറൽസ് എങ്ങനെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽഫെയർ പ്രിൻസിപ്പിൾ ക്രിയേറ്റഡ് ബൈ വൈസ് പ്രിൻസിപ്പിൾ. ഈ വൈസ് പ്രിൻസിപ്പിൾസ് ആണ് വെൽഫെയർ പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്തത് വൈസ് പ്രിൻസിപ്പിൾസ് ആണ് ഈ വെൽഫെയർ പ്രിൻസിപ്പിൾസിനെ ക്രിയേറ്റ് ചെയ്യും. ഈ വെൽഫെയർ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്തിക്സ് ആണ്.
എത്തിക്സിനെയാണ് ഈ വെൽഫെയർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈസ് പ്രിൻസിപ്പിൾസ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിവൊക്കെ ഉള്ള ആളുകളാണ്. ഈ തത്വചിന്താഗതികൾ എന്നൊക്കെ പറയുന്നവരെയാണ് ഈ വൈസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വെൽഫെയർ പ്രിൻസിപ്പിൾസ് ഉണ്ടായി. നമ്മൾ ആ എത്തിക്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എത്തിക്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇലാബറേറ്റ് ചെയ്തെടുക്കാം. ഇതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാം, ചേഞ്ച്ഡ്, മോഡിഫൈഡ്, ഇവാലുവേറ്റ്, എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കാര്യം ഇത് നമുക്ക് എത്തിക്സും മോറലും രണ്ടാണ്. പക്ഷേ ഈ മോറൽ നമുക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗൈഡ് ലൈൻ പ്രിൻസിപ്പിളാണ്. നമ്മൾ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യത്തിനാണ് മോറൽസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കുന്ന ഒരു ടോപ്പിക്കാണ് വാല്യൂസ്. വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹ്യൂമൺ ആയിട്ടുള്ള ഏതൊരു പേഴ്സൺ എടുത്താലും ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് നമ്മളായിരിക്കും. നമ്മൾ ഒരു പേഴ്സണെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഞാനിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഒരാൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാപ്പ് ചെയ്ത് പറയുന്നത്, അതിനെയൊക്കെയാണ് നമ്മൾ ഇത് വാല്യൂസ് എന്ന് പറയുന്നത്. ഒരാളുടെ ഒരു കാര്യം നമ്മൾ ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെപ്പറ്റി ഞാൻ രണ്ടുപേരുടെ ഞാൻ ഇപ്പോൾ ഒരാളുടെ അടുത്ത് നിങ്ങളുടെ താരത്തിൽ ഒരാൾ സംസാരിക്കുമ്പോൾ എൻ്റെ ബിഹേവിയർ കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ വിലയിരുത്തുന്നത്. അപ്പോൾ എനിക്കൊരു വാല്യൂ നിങ്ങൾ തരും. ആ ഒരു വാല്യൂവിനാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ വാല്യൂസിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ 5 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് പറഞ്ഞാൽ റൈറ്റ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ഒരു പെരുമാറ്റം, ഒരാളുടെ അടുത്ത് മോശമായിട്ടല്ലാതെ നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെ പെരുമാറുന്നു, അതിനെയാണ് നമ്മൾ റൈറ്റ് കണ്ടൻറ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം അയാളുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ, ഫ്രണ്ട്സായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലാത്ത എന്ത് കാര്യങ്ങളായാലും നമ്മൾ നല്ല രീതിയിൽ ഒരു സമയത്തായിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ അവരുടെ സംസാരിക്കുന്നോ, നല്ല രീതിയിൽ സംസാരിക്കുന്നത്, അതിനെയാണ് നമ്മൾ റൈറ്റ് കണ്ടൻറ് എന്ന് പറയുന്നത്. നമ്മളുടെ ബിഹേവിയറിലുള്ള മെയിൻ സംഭവമാണ് ഈ റൈറ്റ് കണ്ടൻറ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മോശമായിട്ടല്ലാതെ നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തിൽ സംസാരിക്കുന്നതിനെ റൈറ്റ് കണ്ടൻറ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് നമുക്കൊരു വാല്യൂ ഉണ്ട്, ആ ഒരു വാല്യൂവിൽ വരുന്ന മെയിൻ കണ്ടൻറ് റൈറ്റ് കണ്ടൻറ്. പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനപരമായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ മാക്സിമം നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കാമായിട്ടൊന്ന് ശ്രദ്ധിച്ച് സമാധാനപരമായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രോസസ്സ് ചെയ്യും. നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്താലും, നമ്മളൊരാൾ സംസാരിച്ചാലും, നമ്മളൊരു കാര്യം, ഒരു മാറ്റർ, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലത്തിൽ നമ്മൾ പയ്യെ സമാധാനപരമായിട്ട് നമ്മൾ ആ കാര്യം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ എന്താണ് ആ പ്രോബ്ലം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വന്നത്, ആ പ്രോബ്ലം എവിടെ നിന്ന് വന്നു, ആരൊക്കെ അറ്റാക്ക് ചെയ്തു, എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെ നിന്ന് വന്നു എന്നൊക്കെ മാപ്പ് ചെയ്തിട്ട് നമ്മൾ സമാധാനപരമായിട്ട് മാപ്പ് ചെയ്ത് ആ ഒരു വാല്യൂസ് നമ്മൾ ആ സമാധാനത്തിൽ നമ്മൾ നോക്കുമ്പം അതിനൊരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂവിനെയാണ് പീസ് എന്ന് പറയുന്നത്. ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം കള്ളമൊന്നും പറയാതെ നമുക്ക് നേരായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സത്യസന്ധമായിട്ട്, ചിലപ്പോൾ നമ്മുടെ ഒരാൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ നേരിട്ട് ഒരാളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എടാ ഇതിങ്ങനെയായിരുന്നു, ഇതിങ്ങനെയാണ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യമാണ്, എടാ ഇതിങ്ങനെ പഠിച്ചാൽ മതി, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും എന്നൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നത്. നമ്മളൊരു ട്രസ്റ്റായിരിക്കും അവർക്കൊരു ട്രസ്റ്റ്, അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂ ആണ് ഇവിടെ ട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിലൊക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 5 കാര്യം. ഇതിൽ ഈ റൈറ്റ് കണ്ടൻറ്റും പീസ്, ട്രസ്റ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ്.
അപ്പം ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കെയറിങ് ആണ്. നമ്മളൊരാളോട് സംസാരിച്ചാൽ നമ്മൾ അങ്ങോട്ട് കെയർ ചെയ്ത് നമ്മൾ സംസാരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ റെഡിയാണ്. നമ്മൾ അവർ പറയുന്ന കാര്യത്തിൽ ട്രസ്റ്റബിളായിട്ട് നമ്മൾ ആ പറയുന്ന കാര്യം പീസ്ഫുള്ളായിട്ടൊന്ന് കേൾക്കും. പീസ്ഫുള്ളായിട്ട് കേട്ടിട്ട് നമ്മളതിന് ആ കാര്യത്തിലുള്ള എന്തെങ്കിലും പ്രോബ്ലം വന്നാലും നമ്മൾ ആ ഒരു കെയർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മളിലൊരു വാല്യൂ ഉണ്ടാവും. അപ്പോഴും നമ്മളൊരു ആ കെയറിങ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ആ വാല്യൂ അവർ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കും. ആ ഒരു ഇമ്പോർട്ടൻസിനെയാണ് നമ്മൾ ഇവിടെ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലവ് ഉദ്ദേശിക്കുന്നത് വാല്യൂവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. വാല്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 പോയിൻറ്റ്സും. അതിൽ 4 പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നോൺ വയലൻസ്. നോൺ വയലൻസ് എന്ന് നമ്മൾ അതിക്രമങ്ങളൊന്നും പാടില്ല. നമ്മൾ ഒരാളുടെ അടുത്ത് അങ്ങോട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഇതായിട്ട് നമുക്ക് തോന്നിയത് നമ്മൾ അങ്ങോട്ട് അതിക്രമിക്കാൻ പോകരുത്. അത് നമ്മുടെ ഒരു വാല്യൂ കുറയാനനുസരിച്ചാണ്. നമുക്കൊരു നിലപാട് തന്നിട്ടുണ്ട് അവരിങ്ങനെയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ആവശ്യമില്ലാതെ ഒരു നോൺ വയലൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ അങ്ങ് പോവുകയാണ്. നമ്മുടെ ഒരു വാല്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ഒരു ഘടകമാണ് നോൺ വയലൻസ്. നമ്മൾ അങ്ങോട്ട് അടിക്കാനോ ഇടിക്കാനോ ഒന്നിനും പോകുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമുക്ക് ശരിയായ രീതിയിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിൽ വരുന്നതാണ് ഈ നോൺ വയലൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിലിപ്പോൾ പറഞ്ഞ 5 കാര്യം ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് കണ്ടൻ്റ് ആണ്. റൈറ്റ് കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ശരിയായ പെരുമാറ്റം. റൈറ്റ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ശരിയായ പെരുമാറ്റം. നമ്മൾ ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ വാല്യൂ അങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് തിരിച്ച് നമ്മൾ ഏത് കാറ്റഗറി ഏത് രീതിയിലുള്ള നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അനുസരിച്ചാണ് അവർ നമ്മളെ വിലയിരുത്തുന്നത്. അപ്പോൾ അത് റൈറ്റ് കണ്ടൻ്റാണ്. പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും അത് സമാധാനപരമായിട്ട് പീസായിട്ട് കേൾക്കുകയും ആ കാര്യങ്ങൾ കറക്റ്റ് മാപ്പ് ചെയ്ത് ഡീൽ ചെയ്യുകയും ആ ഒരു കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും സമാധാനമായിട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് പീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ആണ് പീസ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളിനെ അങ്ങോട്ട് നമ്മൾ സത്യസന്ധമായിട്ട് സംസാരിക്കുമ്പം നമ്മൾ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കുന്നതും എല്ലാം നമ്മൾ ഒരാളുടെ സംസാരിക്കുന്ന നമ്മുടേതായ രീതിയിൽ നമ്മളൊരു വാല്യൂ പ്രിഫറൻസ് കൊടുത്ത് നമ്മൾ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നതിനാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് പ്രൊഫഷണൽ എത്തിക്സിൽ മെയിനായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പം അതാണ് ട്രസ്റ്റ്. ഇനി ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കെയർ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഇച്ചിരി കെയറൊക്കെ കൊടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഒരാളിന് നമ്മൾ ഒരു കെയർ കൊടുക്കുന്നതിനാണ് നമ്മുടെ ഒരു വാല്യൂ അവിടെ കാണിക്കുന്നത്. അതിനാണ് ലവ് എന്ന് പറയുന്നത്. നോൺ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളുടെ അടുത്ത് ആവശ്യമില്ലാതെയോ നമ്മളൊരു പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ട് അതിക്രമിച്ച് കയറാതെ നമ്മുടെ വാല്യൂവിൽ ബേസ് ചെയ്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നതിനാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാല്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, അതിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്.